ഇതാ കാണുന്നതാണ് മക്കളെ പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായ്. ദുബായിയുടെ അഭിമാനം അങ്ങ് വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാ നമ്മുടെ ബുർജ് ഖലീഫ നിൽക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് ദുബായിലോട്ടാണ് പോകുന്നത്. കാരണം ഞാനിന്ന് ഷാർജിലാണുള്ളത്. കൂടെ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സായ ഷഹനാസ് ഉണ്ട്, ആരിഫ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായ് രാത്രി കാണാൻ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ദുബായ്. ദുബായിൽ നിന്ന് നമ്മൾ ഷാർജയ്ക്ക് വരുമ്പോഴും ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോകുമ്പോഴും നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നിലയിൽ ഫസ്റ്റത്തെ സീറ്റിൽ തന്നെ ഇരിക്കണം. കാരണം അവിടെ ഇരുന്നാലും നമുക്ക് നല്ല ഒരു അടിപൊളി വ്യൂ കിട്ടുള്ളൂ. ആഴ്ചയും വെള്ളത്തിലായിരുന്നു, ഈ ആഴ്ചയും വെള്ളത്തിലാണ്. ഇന്ന് ഞങ്ങൾ ദുബായിലെ വാട്ടർ കനാലിലോട്ടാണ് പോകുന്നത്. അവിടെ ഈ യാട്ടുകളുണ്ട്, ഈ ക്രൂസ് പോലുള്ള ചെറിയ ചെറിയ യാട്ടുകൾ. ഇതിൽ ഏകദേശം ഒരു 2.5 മണിക്കൂർ നമ്മളുടെ വാട്ടർ കനാല്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, അതുപോലെ ബുർജ് ഖലീഫിൻ്റെ ഏരിയയിൽ കൂടെയൊക്കെ നമ്മളൊന്ന് കറക്കിക്കൊണ്ടിരുന്നു. അതായത് നമുക്ക് ദുബായിൻ്റെ ഒരു അടിപൊളി സ്കൈലൈൻ വ്യൂ കിട്ടും. സോ ഞങ്ങൾക്ക് പോകേണ്ടത് ജദ്ദാഫ് സ്റ്റേഷനിലോട്ടാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ബുർജുമാൻ സ്റ്റേഷനിലാണ്. സോ നമുക്ക് ജദ്ദാഫിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട്. സോ അവിടെ നിന്നാണ് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അൽ ജദ്ദാഫ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തോന്നുന്നത്. കാരണം നമുക്കിവിടെ ഒരുപാട് വലിയ വലിയ ലക്ഷറി ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഒരു സ്ഥലം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാ നിൽക്കുന്നു നമ്മുടെ യാട്ട്, യുണീക്ക് കാറ്റമറാൻ. ഇതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇനി നമുക്ക് യാട്ടിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. അതായത് ദൗ ക്രൂസ് അല്ല, അതായത് ബോട്ട് മരം കൊണ്ടുണ്ടാക്കിയ ദൗ ക്രൂസ് അല്ല, ഒരു ലക്ഷറി യാട്ടാണിത്. അതിലാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. അൽ ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിൽ എക്സിറ്റ് 1 ഇറങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും, T1 ടവർ. അതിൻ്റെ തൊട്ട് താഴെ നിന്നാണ് ഈ ഒരു യാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്കിവിടെ ഒരുപാട് ലക്ഷറി യാട്ടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട്, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൂ. ഏകദേശം എല്ലാ ദിവസവും രാത്രി 8:30-ക്ക് ഈ സർവീസ് ഉണ്ട്. എന്തായാലും ഷാർപ്പ് 8:30-ക്ക് തന്നെ യാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പോയി കാണാം. ഇതൊരു ഡബിൾ ഡെക്കർ ലക്ഷറിയസ് യാട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെ മേലത്തെ സൈഡാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ദുബായിൻ്റെ ഒരു സ്കൈലൈൻ വ്യൂ കാണാൻ പറ്റും. അതും അടിപൊളി കിടുക്കാച്ചി വ്യൂ. ശരിക്കും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ദുബായിൻ്റെയും ഒരൊറ്റ ക്ലിക്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈഡ് ആംഗിളായിട്ട് നമുക്ക് ദുബായിനെ കാണാൻ പറ്റും. ഇതാ കാണുന്നതാണ് മക്കളെ പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായ്.
ദുബായിയുടെ അഭിമാനം അങ്ങ് വാനോളം ഉയർത്തി പിടിച്ചുകൊണ്ട് അതാ നമ്മുടെ ബുർജ് ഖലീഫ നിൽക്കുന്നു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ കനാലിലൂടെയാണ്. ഇതാ കണ്ടില്ലേ ഒരു വാട്ടർഫാൾ, ഒരു ബ്രിഡ്ജിൽ നിന്ന് വെള്ളം വീഴുന്നത്. അത് ഒരു ഓട്ടോ സെൻസർ വാട്ടർഫാളാണ്. അതായത് നമ്മൾ ഈ ബോട്ടും യാട്ടുകളൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് ആ വെള്ളം വീഴുന്നത് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഒരു കർട്ടൻ പോണ പോലെ ഇങ്ങനെ മാറും. നമ്മൾ അടുത്ത് പോയാൽ നോക്കിക്കോ, കണ്ടില്ലേ, അടിപൊളിയല്ലേ, ഭയങ്കര കളർഫുള്ളാട്ടോ ഈ ഒരു സ്ഥലം. അതായത് ഈ വാട്ടർ കനാൽ നമ്മൾ രാത്രി തന്നെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അതായത് രാത്രി പകലൊക്കെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്റ്റീവായി തോന്നുന്നില്ല, പക്ഷെ രാത്രി ഇത് ഭയങ്കര ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് നടന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം. രാത്രി ഇതാ ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ വന്ന് നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും. ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്, അടിപൊളിയായി ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും, അടിപൊളിയാണ്. ഫുഡില്ലാണ്ട് എന്താ ആഘോഷം. ഷാനോ കൊടുത്തതിൻ്റെ പകുതി പൈസ നമുക്ക് ഫുഡിൽ തന്നെ മുതലാക്കണം കേട്ടോ. ഹെവി ഫുഡാണ് കേട്ടോ ഗായ്സ്, എല്ലാ തരം ഫുഡുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ, ചിക്കൻ. എന്താ ഷാൻ ഇത് എന്തൊക്കെ എടുത്തിരിക്കുന്നത്? ഇതിൻ്റെ പേര് വല്ല അറിയോ? ഇതിൻ്റെയൊക്കെ അടിപൊളി ഫുഡ്, നൈസ് ഫുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കറാമയിൽ എത്തിച്ചേർന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. അതായത് ദുബായിയുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈലൈൻ വ്യൂ നമുക്ക് ഇത്രയും വൈഡായിട്ട് ഈ ഒരു ക്രൂസിൽ പോകുമ്പോൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. അതായത് ബുർജ് ഖലീഫയുടെ ലൈറ്റ് ഷോ, ഫെസ്റ്റിവൽ സിറ്റിയിലത്തെ ലൈറ്റ് ഷോ, പിന്നെ ഈ വാട്ടർ കനാൽ, ഇതിൻ്റെ എല്ലാം ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുക. പിന്നെ ഫുഡ് അടിപൊളി ഫുഡാണ്. 95 ദിർഹംസ് ആണ് ഇതിലോട്ടുള്ള ടിക്കറ്റ് കോസ്റ്റ്. സോ 95 ദിർഹംസ് കൊടുത്താലും അതിനുള്ള ഫുഡ് തന്നെ ഉണ്ട്. ഷാനുക്ക് അറ്റാക്കിംഗ് ആയിരുന്നു. സോ അത്രയും നല്ല ഫുഡായിരുന്നു. സോ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.